തെലങ്കാനയിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്ത ഇന്ന് നമ്മുടെ നാട്ടിലെ ചില പ്രത്യേകതരം പോരാളികളുടെ മുഖം മൂടി വലിച്ചു കയറുകയാണ്. രാജ്യത്തിന്റെ നട്ടലായ ലോകമെമ്പാടും ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ലക്ഷക്കണക്കിന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിളിച്ചിരിക്കുന്നത് ക്രിമിനൽ വേസ്റ്റ് എന്നാണ്. സ്വന്തമായി ഒരു തൊഴിലപേക്ഷ പോലും എഴുതാൻ അറിയാത്തവരാണ് ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ എന്നാണ് അദ്ദേഹത്തിന്റെ പുത്തൻ കണ്ടുപിടുത്തം. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൽകാനും നൈപുണ്യ വികസനത്തിന് അവസരമൊരുക്കാനും ബാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് സ്വന്തം നാട്ടിലെ യുവതയെ നോക്കി ഇത്രയും നിരുത്തരവാദപരമായി അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ രേവന്ത് റെഡ്ഡിയുടെ അഹങ്കാരത്തെക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. എവിടെയാ പഴയ പാറ്റകൾ? കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്ന ചില വ്യാജ ഡിഗ്രിക്കാരെ കുറിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശത്തെ വളച്ചൊടിച്ച് രാജ്യത്തിന്റെ മുഴുവൻ യുവാക്കളെയും പാറ്റകൾ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ച ആ പ്രക്ഷുബ്ധ യൗവനം അവർക്ക് ഇപ്പോൾ എവിടെ പോയി വിളിച്ചു? അന്ന് കേന്ദ്ര സർക്കാർ ഇതിനകം പരിഹരിച്ച നീറ്റ് വിഷയത്തിന്റെ പേരിൽ വേറൊരു വിഷയം കിട്ടാത്തത് കൊണ്ട് മാത്രം പൊതുമുതൽ നശിപ്പിച്ചും ലൈംഗിക വൈകൃതങ്ങൾ വിളിച്ചു പറഞ്ഞും തെരുവിൽ അരിഞ്ഞാടി സമരാഭാസം നടത്തിയ ഈ 30-40 കഴിഞ്ഞ ജെൻസി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നാവ് ഉറങ്ങിപ്പോയോ? അന്ന് ആരും പറയാത്ത ഒരു കാര്യം പറഞ്ഞ കുപ്രചാരണങ്ങൾ നടത്തിയവർ ഇന്നൊരു മുഖ്യമന്ത്രി പരസ്യമായി മൈക്കിലൂടെ സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥികളെ ക്രിമിനൽ വേസ്റ്റ് എന്ന് അധിക്ഷേപിച്ചിട്ടും ഒരക്ഷരം ഇവർ മിണ്ടുന്നില്ല. ഇതാണ് ഇവരുടെ യഥാർത്ഥ ഇരട്ടത്താപ്പ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഈ വൻ അധിക്ഷേപം കേൾക്കുമ്പോൾ മാത്രം ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാകില്ല, അവരുടെ സദാചാര ബോധം ഉണരുകയുമില്ല. എന്തായാലും ഈ ഒരൊറ്റ പരാമർശത്തിലൂടെ രാജ്യത്തിലെ വിദ്യാർത്ഥികളോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വല്ലാത്ത സ്നേഹം പൊട്ടിയൊലിച്ച കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത്. ഒരു വശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തെരുവിൽ കിടന്ന് മുതലക്കണ്ണീർ ഒഴിക്കുന്ന രാഹുൽ ഗാന്ധി, മറുവശത്ത് എഞ്ചിനീയർമാരെ ക്രിമിനൽ വേസ്റ്റിനോട് ഉപമിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി. രേവന്ത് റെഡ്ഡിയോട് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട്. സാറിന്റെ യോഗ്യത എന്താണ്? സാർ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷ എഴുതിയിട്ടുണ്ടോ? സാർ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടോ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത BJP നേതാക്കൾക്ക് വിദ്യാർത്ഥികളുടെ പ്രശ്നം വല്ലതും മനസ്സിലാകുമോ എന്നൊക്കെ പറഞ്ഞ് ഷോ ഇറക്കിയ പാറ്റകളുണ്ടല്ലോ, ആ പാറ്റകൾ ഈ ചോദ്യങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്നില്ലേ? അതോ നിങ്ങളുടെയൊക്കെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ മിണ്ടാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങളൊക്കെ വാതുറന്ന് വല്ലതും മൊഴിയുകയുള്ളൂ? സ്വന്തം സർക്കാരിന്റെ കഴിവുകേട് മറച്ചു വെക്കാൻ തൊഴിലില്ലായ്മയ്ക്ക് കാരണം വിദ്യാർത്ഥികളാണെന്ന് വരുത്തീർത്ത് അവരുടെ തലയിൽ കുറ്റം ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ ഒരു മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി താങ്കൾക്ക് നാണമില്ലേ? തങ്ങൾക്ക് രാഷ്ട്രീയമായി ലാഭമുള്ള വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുകയും അല്ലാത്തപ്പോൾ മാളത്തിലൊളിക്കുകയും ചെയ്യുന്ന ഈ വ്യാജ ആക്ടിവിസ്റ്റുകളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതി ജസ്റ്റിസ് വിളിച്ച പാറ്റകൾ എന്ന പേര്, ആ വിശേഷണം നിങ്ങൾക്ക് തികച്ചും ചേർന്നതാണ്. രാഷ്ട്രീയ യജമാനന്മാർ തിരക്കഥ എഴുതി നൽകിയാൽ മാത്രമേ ഇവരുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വരൂ. സ്വന്തം കഴിവുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ എഞ്ചിനീയർമാരെ അപമാനിച്ച കോൺഗ്രസ് സർക്കാരും അതിന് കുടപിടിക്കുന്ന ഈ ഇരട്ടത്താപ്പുകാരും ഈ നാടിനോട്, ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് ഒരു നാൾ മറുപടി പറയേണ്ടി വരും. നെക്സ്റ്റ് സിസ്റ്റം